ശ്രീകൃഷ്ണ ജ്യോതിഷായത്തേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ മിഥുനൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മകീരത്തിൻ്റെ അവസാനത്തെ പകുതിയും അതുപോലെ തന്നെ മകരത്തിൻ്റെ തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാവം കൂടി ചേരുന്ന മിഥുന രാശിക്കാർക്ക് 2-ൽ ചൊവ്വ, 4-ൽ കേതു, 6-ൽ ബുധൻ, 7-ൽ സൂര്യൻ, 8-ൽ ചന്ദ്രൻ. ചന്ദ്രൻ്റെ സ്ഥാനമാറ്റം വരും, അത് കുഴപ്പമില്ല. 9-ൽ ശുക്രനും ശനിയുമാണ് നിൽക്കുന്നത്. 10-ൽ രാഹുവാണ് നിൽക്കുന്നത്. 12-ൽ വ്യാഴവും നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യശനിയുടെ ഒരു നേട്ടം ഉണ്ടാവും എന്നിരുന്നാലും 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കും, ചീത്തപ്പേരുകൾ ഉണ്ടാക്കും. കർമ്മമേഖലയിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബത്തിൽ അലോസരമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്കും പൊറുതിമുട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് തടസ്സമൊന്നുമില്ല. മെക്കാനിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ടൂ വീലർ തൊട്ട് വൻകിട വാഹനങ്ങൾ വർക്ക് ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങളാണ് വരുന്നത്. വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വിദേശ സംബന്ധമായ ജോലികൾക്കും പഠിപ്പിനും വേണ്ടിയിട്ട് ധനം വന്നിട്ട് കൊടുക്കുവാൻ ശ്രമിക്കുന്നവർ വളരെ ആലോചിച്ചും ജാതകം പരിശോധിച്ചും മറ്റുള്ളത് വേണം. സമയം അനുകൂലമാണോ എന്ന് ചാരവശാലല്ല, ജാതകവശാൽ അനുകൂലമാണോ എന്ന് ഒന്ന് പരിശോധിച്ച് കൊടുക്കുന്നതായിരിക്കും വളരെ ഉത്തമമായിട്ടുള്ള കാര്യങ്ങളിൽ. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകളോ അല്ലെങ്കിൽ കൂട്ടു ബിസിനസ്സുകളോ തുടങ്ങുകയാണെങ്കിൽ അതും ജാതക പരിശോധന ശേഷം മതി എന്നുള്ള പറയും. ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞു തരുന്നതാണ്. എനിക്ക് എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള പരിഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ദോഷ സമയമാണെങ്കിൽ ഞാൻ അതിനുള്ള ദോഷ സമയത്തിനുള്ള പരിഹാരങ്ങളും പറഞ്ഞു തരുന്നതാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ 12-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ഒരു സ്ഥാനഭ്രംശങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇരിക്കുന്ന തൊഴിലിൽ നിന്നും വിട്ടുമാറി വേറെ തൊഴിലിലേക്ക് പോകാനുള്ള സാധ്യത തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. അത് കാരണം വെച്ചാൽ അതിനെക്കാട്ടും ദോഷം ചെയ്യും. ഇപ്പം ചെയ്യുന്ന ജോലി തന്നെ തുറന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് ദോഷ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളില്ല. വർക്കുകൾ വളരെ ഗുണകരമായിട്ട് തന്നെ നടക്കും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാധിക്യങ്ങൾ ഉണ്ടാവും, വൻകിട നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവും. ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം, പാഴ്ചെലവുകൾ വരാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. മെക്കാനിക്കൽ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണാനുഭവങ്ങളാണ് ഉള്ളത്. നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവും. ടൂ വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരയ്ക്കും വർക്ക് ചെയ്യുന്നവർക്കും അതിനെ സൃഷ്ടിക്കുന്നവർക്കും വലിയ ഗവേഷണം നടത്തുന്നവർക്കും ശാസ്ത്ര മേഖലയിൽ ഗവേഷണം നടത്തുന്നവർക്കും അതുപോലെ തന്നെ സാറ്റലൈറ്റ് സംബന്ധമായിട്ടുള്ള ഗവേഷണം നടത്തുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. കുറച്ച് പാഴ്ചെലവുകൾ വരും എന്നല്ലാതെ മറ്റുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. കാരണം ഒന്ന് പരീക്ഷിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ രണ്ടും പരീക്ഷിച്ച് മൂന്നാമത്തേലായിരിക്കും ചിലപ്പോൾ വിജയം കരസ്ഥമാക്കാനുള്ള സാധ്യത ഉണ്ടാകും. പക്ഷേ വിജയിച്ചെടുക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മഹാവിഷ്ണു പ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗുരുവായൂർ പോയി ദർശനം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതായത് മഹാവിഷ്ണു സംബന്ധം ശ്രീരാമ അവതാര വിഷ്ണുരേതര ക്ഷേത്രേച്ച തന്ത്രാത്മജോ എന്ന് പറയുന്ന ശ്രീരാമൻ്റെ അവതാരത്തിൽപ്പെട്ടിരിക്കുന്ന ഏത് മഹാവിഷ്ണു എൻ്റെ അവതാരമായിക്കോട്ടെ, ഏത് ക്ഷേത്രമായിക്കോട്ടെ, അവിടെ യഥാശക്തി വഴിപാട് നടത്തുന്ന വർഷം ആ ദോഷങ്ങൾ കുറച്ച് മാറി വരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണും. മാനസിക പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വാർദ്ധക്യ സംബന്ധമായിട്ട് ഉള്ളവർക്കെല്ലാം അലോസരപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള ഇത് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അലർജി സംബന്ധമായിട്ടുള്ള ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മാതാവിനെ ബാധിക്കുന്ന ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് പറയുന്നത്. അതുപോലെ മിഥുന രാശിക്കാർക്ക് പറയുകയാണെങ്കിൽ
ഹൈടെക് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും IT സംബന്ധമായിട്ടും ഇലക്ട്രോണിക് സംബന്ധമായിട്ടും ഇലക്ട്രിക് സംബന്ധമായിട്ടും വർക്ക് ചെയ്യുന്നവർക്കും വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യശനിയാണ് 9ാം ഭാഗ്യശനി ഇനിയും ഒരു 3-4 മാസമുണ്ട്. അത് കാരണം കൊണ്ട് ഭാഗ്യവർദ്ധനവ്, എന്നാലും ഭാഗ്യം എന്തെങ്കിലും തന്നിട്ട് ശനി അവിടെ നിന്ന് വിടുകയുള്ളൂ എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷെ വ്യാഴനാണ് അവിടെ മറഞ്ഞിരിക്കുന്നത്. വ്യാഴപ്രീതി വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴിമാർഗം വ്യാഴത്തിൻ്റെ അനുകൂല ഭാവത്തിലും വ്യാഴത്തിൻ്റെ അനുകൂല ഭാവത്തിലും വ്യാഴത്തിന് തൃപ്തിപ്പെടുത്തുന്ന സമയം കൊണ്ടും ഭാഗ്യസ്ഥാനം നിൽക്കുന്ന ശനിക്ക് കുറച്ചൊരു ശക്തി വരുവാനും അതിനുള്ള പരിഹാരങ്ങൾ ശനി തന്നെ തരുവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നത് ധനകാരകനായിട്ടുള്ള വ്യാഴം 12 നിൽക്കുന്ന കാരണം കൊണ്ടാണ് വ്യാഴത്തിന് പരിഹാരങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാര്യ-ഭർത്ത ബന്ധങ്ങൾ വഷളാകാതെ ശ്രദ്ധിക്കണം എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. സന്താനങ്ങളെ നല്ല നിരീക്ഷണത്തിൽ വളർത്തുക, അവരുടെ നീക്കുപോക്കുകൾ ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പിണക്കത്തിൽ കഴിയുന്ന ദമ്പതിമാർ ഇണക്കത്തിൽ വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. കുടുംബത്തിൽ അലോസരപരമായിട്ട് ചെറിയ ദുഃഖങ്ങൾ തളംകെട്ടി വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിനും പരിഹാരം വ്യാഴം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ സന്താന ഉൽപ്പത്തി അല്ലെങ്കിൽ ഗർഭിണികൾ വളരെ സൂക്ഷിക്കണം എന്നുള്ളത് പറയുന്നത്. ഗർഭസ്ഥ മേഖലയിൽ ഇരിക്കുന്ന 3 മാസം കഴിഞ്ഞതിന് ശേഷം വരയ്ക്കും 6 മാസം വരയ്ക്കും വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതും ഗർഭസ്ഥ സ്ത്രീകളോട് പറയുവാനുള്ള സാധ്യത. യുവാക്കൾക്കെല്ലാം പ്രസരിപ്പുള്ളൊരു സമയമാണ്. അത് കാരണം കൊണ്ട് നിയന്ത്രണം കൈവിട്ടു പോകാതെ പരസ്പരം അന്യോന്യം മനസ്സിലാക്കി പെരുമാറുന്നത് കൊണ്ട് മൂലം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് തന്നെ പറയാം. പരിഹാരങ്ങൾ യഥാവിധി പ്രകാരം ചെയ്യുകയാണെങ്കിൽ മിഥുന രാശിക്കാർക്ക് ഈ മാസം ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നമസ്കാരം.